നമസ്കാരം. 2 ദിവസം മുമ്പ് വീഡിയോ ചെയ്തിരുന്നല്ലോ, യൂട്യൂബർ പ്രിയപ്പെട്ട ദിൽഷാദിനെ കാണാനില്ല എന്ന്. ദിൽഷാദിനെ ആസാമിൽ വെച്ച് കാണാതായി എന്നാണ് വാർത്ത വന്നിരുന്നത്. കാരണം അദ്ദേഹം അവസാനം അറിയിച്ചിരുന്നത് ആസാമിലേക്കാണ് പോകുന്നത് എന്നാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തെ കാണാതായത്. എന്നാൽ അദ്ദേഹത്തെ ഇപ്പോ അപകടത്തിൽപ്പെട്ട് ഒരു വനത്തിൽ ഒറ്റപ്പെട്ട് പിന്നീട് ആരൊക്കെയോ കണ്ടെത്തി ആശുപത്രിയിലാക്കി. ആരുമായിട്ട് ബന്ധപ്പെടാൻ നിവൃത്തിയില്ല. ഏതായാലും ഇപ്പോ ജീവൻ രക്ഷപ്പെട്ട് ആൾ ആശുപത്രിയിലുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അങ്ങ് ആഫ്രിക്ക മുതൽ ഇങ്ങ് നമ്മുടെ കേരളത്തിന്റെ വനാന്തരങ്ങൾ വരെയുള്ള ഒരുപാട് സാധുക്കളുടെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നു. ദിൽഷാദ് വെൽക്കം ബാക്ക് അഗൈൻ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നു. ഏതായാലും അധികം വൈകാതെ നമ്മുടെ ഇടയിലേക്ക് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. ദിൽഷാദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. പ്രത്യേകിച്ച് ആരും ചെന്നെത്തപ്പെടാത്ത ഏരിയകളിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന ആൾ. എല്ലായിടത്തേക്കും ഒറ്റയ്ക്ക് പോകുക. അപ്പോൾ ആഫ്രിക്കയിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ ബുള്ളറ്റിൽ അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ വേണ്ടി പിന്നെ അദ്ദേഹത്തിന്റെ താറും കൊണ്ട് യാത്ര ചെയ്തു. ഇന്ത്യയിൽ നിന്ന് താറ് കൊണ്ട് ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ അല്ലെങ്കിൽ ആഫ്രിക്കൻ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന ആദ്യത്തെ ആൾ എന്ന നിലയിൽ അത് കേരളത്തിലെ മീഡിയകളൊക്കെ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ദിൽഷാദ് ലോക പ്രശസ്തനായി. അതോടൊപ്പം ആഫ്രിക്കയിൽ ചെയ്തിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അവിടുത്തെ കുടിവെള്ളത്തിന്റെ വിഷയങ്ങൾ, ഇതെല്ലാം കൂടി ചേർത്തപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെട്ടു. ഒരുപാട് ചാനലുകൾ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു. ഏതായാലും യാത്രകൾ വെറും യാത്രകളല്ല. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു അടയാളം താനിവിടെ വന്നു എന്ന് ബാക്കി വെക്കണം, അത് ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം എന്ന് നിശ്ചയമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. 31 വയസ്സേ ഉള്ളൂ ആകെ ദിൽഷാദ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എൻ്റെ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ചെന്നപ്പോൾ എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്ന് ഈ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന ഈ ചാനൽ പോലും ഈ നിലയിലൊക്കെ എത്തിയതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ ഒരാൾ ദിൽഷാദാണ്. ദിൽഷാദിന്റെ കൃത്യമായ ഒരു നിർദ്ദേശം, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, നിങ്ങൾക്ക് തന്നെ പറ്റും എന്ന് പറഞ്ഞ ആ ഒരു ധാരണയിലാണ് സത്യത്തിൽ 2009 ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. ഏതാണ്ട് 4-5 കൊല്ലം മുമ്പ് ദിൽഷാദിനെ കണ്ടെത്തുന്നത് വരെ വെറും 7000 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് അതിനുള്ളത്. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കരുതിയിരുന്നില്ല, അത് തന്നെയാണ് കാര്യം. പക്ഷെ ഇന്ന് ഈ 3.5 ലക്ഷം സബ്സ്ക്രൈബർ കഴിഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അതിന്റെ പ്രധാന കാരണക്കാരൻ ദിൽഷാദാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കും ഉണ്ടായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ വീഡിയോകളും കാണുന്ന മലയാളി സമൂഹം മുഴുവൻ അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്നു, തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഏതായാലും അതിനുള്ളൊരു സന്തോഷ വർത്തമാനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. യാത്രാപ്രേമികൾക്കിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തിന് വലിയ ജനപ്രീതി ഉണ്ട് താനും. ജൂലൈ 5-ാം തീയതി മുതലാണ് ദിൽഷാദുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. കുടുംബവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും നിലച്ചു. ആശങ്കയിലായിട്ടുള്ള കുടുംബം എന്തായാലും തേഞ്ഞിപ്പലം പോലീസിൽ പരാതി നൽകി. ഇതിനിടയിൽ ദിൽഷാദ് ഒരു പോസ്റ്റും ഇട്ടു, ക്വയറ്റ് ഐ എം കിറ്റ് എന്നൊരു ബ്ലാക്ക് പോസ്റ്റും ഇട്ടു. ഈ ദിൽഷാദിന്റെ സ്വഭാവം വെച്ചിട്ട്, ഞാൻ മനസ്സിലാക്കിയ സ്വഭാവം വെച്ചിട്ട്, അദ്ദേഹം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷേ തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റാകുന്നു എന്നൊരു സൂചന കൊടുത്തതാവാനാണ് സാധ്യത. കാരണം അങ്ങനെ ഉള്ള മേഖലയിലേക്ക് ഇതിനു മുമ്പും ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ ആദിവാസി സമൂഹങ്ങളിലേക്ക്, ഒരു നരഭോജികളായിട്ടുള്ള ആൾക്കാരിലേക്ക് പോലും ഇയാൾ ചെന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. പ്രത്യേകിച്ച് ഇന്ത്യന്റെ വടക്കൻ സംസ്ഥാനങ്ങളിലെ ഉൾനാടൻ വന മേഖലയിൽ കടന്നു ചെന്നു കഴിഞ്ഞാൽ വന്നു എന്ന് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ഭീകരമായ അന്തരീക്ഷം പലയിടങ്ങളിലും ഉണ്ട്, നമ്മൾ എത്രയൊക്കെ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അഡ്വാൻസായി ഒരു യാത്ര പറച്ചിൽ പറഞ്ഞു പോയതാകാനാണ് സാധ്യത. ഏതായാലും അത് അറം പറ്റിയതുപോലെ ആയി എന്ന് വേണം കരുതാൻ. കാരണം ആ യാത്രയിൽ അദ്ദേഹത്തിന് അപകടം പറ്റുന്നു, ബൈക്ക് ആക്സിഡന്റ് ആകുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആശുപത്രിയിലാകുന്നത്. അന്ന് ദിൽഷാദ് സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത് അസമിലേക്കാണ് പോകുന്നത് എന്നാണ്. എന്നാൽ ആസാം, മേഘാലയ സംസ്ഥാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് അതുകൊണ്ട് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് ഒരു വിവരം കിട്ടുന്നത്, മേഘാലയയിലെ ഒരു ആശുപത്രിയിൽ പരിക്കുകളോടെ ദിൽഷാദ് എന്ന ഒരു ചെറുപ്പക്കാരൻ ചികിത്സയിലുണ്ട് എന്ന്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ അപകടമുണ്ടായി. അപകടത്തിൽപ്പെട്ട അദ്ദേഹം ബൈക്കുമൊക്കെ ഒരു വനത്തിനുള്ളിൽ അകപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അതുവഴി കടന്നുപോയ മറ്റ് യാത്രക്കാരാണ് വനത്തിനുള്ളിൽ അപകടത്തിൽപ്പെട്ട നിലയിൽ ദിൽഷാദിനെ കണ്ടെത്തുന്നത്.
അങ്ങനെ അവരാണ് ആശുപത്രിയിൽ പ്രവേശിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കണം, ഈ ദിൽഷാദ് ഇതിനു മുമ്പും ആഫ്രിക്കൻ വനാന്തരങ്ങളിലൂടെ ഒറ്റയ്ക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാടിന്റെ ഉള്ളിലെ വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ അദ്ദേഹം കാടിനുള്ളിലൂടെ നടന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട്, ബൈക്ക് റോഡിൽ വെച്ചിട്ട്. അപ്പൊ അത്തരത്തിലുള്ള സാഹസിക മേഖലയിൽ ഇദ്ദേഹം ബൈക്ക് കൊണ്ട് കടന്നു പോകുമ്പോൾ ആളും മനുഷ്യനും പോകാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം ബൈക്ക് കടന്നുപോയി. ആ ബൈക്ക് അപകടത്തിൽപ്പെട്ട അദ്ദേഹത്തെ ആരും കണ്ടില്ല. ദിവസങ്ങളോളം അവിടെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് അതുവഴി പോയ ആരോ കണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിലുള്ള ദിൽഷാദിന്റെ ആരോഗ്യ നിലയിൽ നിലവിൽ പുരോഗതി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. പരിക്കുകൾ ഭേദമായിട്ട് അദ്ദേഹം എത്രയും വേഗം നാട്ടിൽ തിരിച്ചുമെത്തുന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിന്റെ പ്രേക്ഷകരും എല്ലാവരും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയോടെ വീണ്ടും കാത്തിരിക്കുന്ന ആഫ്രിക്കയിലെ ആ കുരുന്നു മക്കൾ, ആ സ്കൂളിലെ മക്കളൊക്കെ വിവരം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നാട്ടിലുള്ള ചില സാധു വല്യമ്മമാരൊക്കെ നമ്മുടെ ആദിവാസി മേഖല ഉൾഗ്രാമങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് താമസിക്കുന്ന പലയിടങ്ങളിലും ഇയാൾ ചെന്ന് വെള്ളവും വെളിച്ചവും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഇത് അറിഞ്ഞിട്ട് അവരുടെ ദൈവങ്ങളെ വിളിച്ചവർ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒന്നും സംഭവിക്കാതെ തിരിച്ചു വരണമെന്നുള്ളത്. ഏതായാലും ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെ വൈകിയാണെങ്കിലും ദിവസങ്ങൾ കഴിഞ്ഞു. അതൊരു വലിയ ദുരന്തമാണ്. ഒരു അപകടത്തിൽപ്പെട്ട് ദിവസങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലൊക്കെ മഴയാണ്, അറിയാലോ, ആസാമിലൊക്കെ വെള്ളപ്പൊക്കമാണ്. ആ ഒരു സാഹചര്യത്തിൽ വനത്തിന്റെ ഉള്ളിൽ അപകടത്തിൽപ്പെട്ട് ദിവസങ്ങളോളം കിടക്കുക. അതിനുശേഷം അതുവഴി ആർക്കോ പോകാൻ തോന്നിയപ്പോ പോയ ആ മനുഷ്യർക്ക് ഇദ്ദേഹത്തെ ആശുപത്രിയിലാക്കാൻ തോന്നുക, അതും ഒരു തോന്നല. നമ്മളെ ഈ കേരളത്തിലെ അന്തരീക്ഷമൊന്നും അല്ല. അവർ പക്ഷെ യാത്രക്കാരായിരിക്കും, അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടറിയാലോ. ഏതായാലും ആശുപത്രിയിലാക്കി. പിന്നെ എന്തോ നമുക്കിവിടെ അറിയിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം നമ്മളൊന്നും അറിയാത്തത്. ഏതായാലും ദിൽഷാദ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്ന് അറിഞ്ഞതിൽ വളരെ വളരെ സന്തോഷം. മറ്റുള്ളവർക്കൊപ്പം ഞാനും അതിന്റെ സന്തോഷം അനുഭവിക്കുന്നു. Different angles. Don't forget to subscribe and support this channel.